കുട്ടികൾ വയറ് വിശന്ന് നിൽക്കുമ്പോൾ ഒരു വിമാനം വരികയാണ്, ഗ്യാസിൽ ഒരു വിമാനം വരുന്ന കാണുമ്പോൾ ഭക്ഷണപ്പൊതി വരികയാണെന്ന് വിചാരിച്ച് എല്ലാ കുട്ടികളും മുറ്റത്ത് ഇറങ്ങി നിന്ന് കൈ പൊക്കുകയാണ് ഭക്ഷണം വീഴുന്നത് ബോംബാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇൻഫർമേഷൻസിൻ്റെ പ്രളയമുണ്ടെങ്കിലും സംവാദത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് അറിവിൻ്റെ നിർമ്മാണത്തിൽ അല്പം കുറവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇൻഫർമേഷൻ പ്രളയം മുഴുവൻ അറിവായിട്ട് മാറുന്നൊരു തലം ഉണ്ടായാൽ നമ്മൾ ജീവിച്ചതിനേക്കാൾ വളരെ വളരെ നന്നായിട്ട് അവർ ജീവിക്കും. പക്ഷെ അതില്ലാതെ ഈ ഇൻഫർമേഷനെ പലതരത്തിലും തെറ്റിദ്ധരിച്ച്, അതാണ് വർഗീയ ചിന്തകൾ, ഫാസിസ്റ്റ് ചിന്തകൾ, അധമ ചിന്തകൾ, സ്വത്ത് ചിന്തകൾ, ഇതൊക്കെയായിട്ട് മാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ഠ കൂടുന്നത്, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ, വേദന എന്താണെന്നറിയാതെ, മനുഷ്യൻ മറ്റുള്ളവൻ്റെ വേദന എന്താണെന്നറിയാതെ എൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന സ്വാർത്ഥ ചിന്തയും സ്വത്തു ചിന്തയും വർഗീയ ബോധവും ഫാസിസ്റ്റ് ബോധവും വംശബോധവും ഒക്കെ വളർന്നു വരിക ലോകത്തിൽ. യുദ്ധം ചെയ്യുന്നവർ തന്നെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന ആരും കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് അവർ രാത്രി യുദ്ധം ചെയ്യാണ്. രാത്രിയാണ് യുദ്ധം. രാത്രി തന്നെ മനുഷ്യർക്ക് കാണില്ല. അപ്പുറത്തുപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്ത് അപ്പുറപ്പുറം കൊല്ലുകയാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ ഒരുപാട് പ്രതീക്ഷകളിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് വിട്ട് അവർക്ക് കുറേ കൂടി പ്രതീക്ഷകൾ യഥാർത്ഥത്തിൽ പൂവണിയുന്ന രീതിയിലാകണം എന്ന് കരുതി പുതിയ കുട്ടികളോട് നമ്മളെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാക്കിയാൽ തലമുറകൾ തമ്മിലുള്ള സംവാദമാകും. പുതിയ തലമുറയ്ക്ക് വലിയ ഗുണവും കിട്ടും. അപ്പം അതുകൊണ്ട് ഈ ഓർമ്മച്ചെപ്പ് എന്ന് പറയുന്ന ഈ പ്രക്രിയ തുടരുകയാണെങ്കിൽ ശ്രീകൃഷ്ണ സ്കൂളിലെ ഇപ്പോഴത്തെ കുട്ടികളും ഈ തലമുറയും തമ്മിലൊരു സംവാദം സംഘടിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായിട്ടുണ്ടാവാം, അതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുഷ്കലമായിട്ടുണ്ടാവാം. ആ അനുഭവം പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് അവരുടെ പ്രതീക്ഷകൾ കുറേ കൂടി പൂവണിയത്തക്ക രീതിയിലുള്ളൊരു സാഹചര്യമുണ്ടാകും. വരാൻ പോകുന്ന തലമുറ നമ്മളെക്കാൾ മെച്ചപ്പെട്ട സന്തോഷകരമായിട്ട് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അനുഭവം പകർന്നു കൊടുത്തെങ്കിലും ഒരു ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം നമുക്കുണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ജീവിതത്തിന് അല്പമെങ്കിലും സന്തോഷം പകരാൻ കഴിയുമ്പോഴാണ് സാർത്ഥകമായ ജീവിതം എന്ന് നമുക്ക് പറയാൻ പറ്റുക, അർത്ഥപൂർണമായ ജീവിതം എന്ന് പറയാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പുതിയ തലമുറയുമായിട്ടുള്ളൊരു സംവാദത്തിന് കൂടി അവസരമൊരുക്കണം. അവർ ഇന്ന് പ്രതീക്ഷയിലാണ്, നമ്മൾ ഓർമ്മയിലാണ്. ആ ഓർമ്മകൾ പ്രതീക്ഷകളായിട്ട് സംവദിക്കുമ്പോൾ പ്രതീക്ഷയെ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഓർമ്മയുടെ തലത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയാൽ നമ്മൾ ധന്യരായി, നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി. അത്തരത്തിൽ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള സംഘടിപ്പിക്കുന്നത് ഞാൻ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല സ്കൂളുകളിലും അത് നടന്നിട്ടുണ്ട്. വളരെ വികാരപരമായിരുന്നു, വളരെ അർത്ഥപൂർണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ പുതിയ തലമുറയോട് സംവദിക്കുന്നതിനേക്കാൾ വളരെ വളരെ വ്യത്യസ്തമാണ് ഓർമ്മകളുള്ള അനുഭവമുള്ള ഒരു തലമുറ പുതിയ തലമുറയോട് സംവദിക്കുക എന്നത്. അത് ടെക്സ്റ്റ് ബുക്കും അധ്യാപകനും കുട്ടികളുള്ള സംവാദമാണ് പൊതുവിൽ ക്ലാസ്സുകളിൽ നടക്കുക. പ്ലസ് അനുഭവങ്ങളും പ്രതീക്ഷകളും തമ്മിൽ സംവാദം. അതിലൂടെ പുതിയ തലത്തിലേക്ക് കുട്ടികൾക്ക് വളരാൻ കഴിയും. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. കാരണം പുതിയ തലമുറ നമ്മുടെ പോലെയല്ല. നമ്മളെക്കാൾ ഒരുപാട് അറിവുള്ള, കുറച്ചുകൂടി നല്ല വാക്ക് പറഞ്ഞാൽ വിവരമുള്ള, അറിവ് എന്ന് പറയാൻ കഴിയില്ല, വിവരമുള്ള, ഇൻഫർമേഷൻസ് കൂടുതലുള്ള ഒരു തലമുറയാണ്. ആധുനിക ടെക്നോളജിയൊക്കെ വന്നതോടുകൂടി ഇൻഫർമേഷൻസ് ഏറ്റവും കൂടുതൽ, ഇൻഫർമേഷൻസിൻ്റെ പ്രളയം നടക്കുന്നൊരു കാലഘട്ടമാണ്. പ്രളയം, ഒഴുക്കൊന്നുമല്ല, ഇൻഫർമേഷൻസിൻ്റെ പ്രളയമാണ് നടക്കുന്നത്. അതുകൊണ്ട് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇന്ന് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടേ അല്ല. പണ്ട് ഞാനൊക്കെ പഠിക്കും, ഞാൻ പന്തല്ലൂരിന് താമസിച്ചിരുന്നത്, കൊളാരി സ്കൂളിൽ വന്ന് പഠിച്ചിരുന്നത്. അന്നൊക്കെ പേപ്പറില്ല വീട്ടിൽ. 5ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെ പേപ്പറൊന്നും വീട്ടിലില്ല, റേഡിയോ ഇല്ല, ടി വി ഇല്ല. ആ ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, വിവരം കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്.
പിന്നെ അവിടെ നിന്ന് നടന്ന് നെല്ലായിലെത്തി അവിടെ ഒരു വായനശാലയിൽ ഒരു കൊളാമ്പി മൈക്ക് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുമ്പിൽ ചെന്ന് അതിൽ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് കുറേ ഇൻഫർമേഷൻസ് കിട്ടുക. എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കൊക്കെ ഇൻഫർമേഷൻസ് ലഭിക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക്കായിരുന്നു, ബുദ്ധിമുട്ടാണ്. നമ്മൾ ബുദ്ധിമുട്ടി ഇൻഫർമേഷൻ ശേഖരിക്കണം. ഇന്നതല്ല. ഇന്ന് ലോകത്ത് ഏത് കോളിൽ നടക്കുന്ന ഏത് വിവരം വിതിൻ നോ ടൈം നമ്മുടെ ഡിവൈസിലേക്ക് വരികയാണ്. അപ്പോൾ ഇൻഫർമേഷൻസിൻ്റെ പ്രളയം നടക്കുന്നൊരു കാലഘട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ല വളർന്നത്. അതിൻ്റെ ഗുണദോഷമൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല, പക്ഷേ അതൊരു പഠന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഫർമേഷൻസിൻ്റെ ഒരു പ്രളയം നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ പുതിയ തലമുറ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുമായി സംവദിക്കാൻ ശ്രമിക്കണം. അപ്പോൾ സംവാദത്തിൽ നമ്മൾ എങ്ങനെ ഒരു തലത്തിൽ ഉയർന്നു നിൽക്കും എന്ന ചോദ്യവും പ്രസക്തമാണ്. അതിന് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസത്തിൽ 4 ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് വിവരം, ഇൻഫർമേഷൻ. രണ്ടാമത്തെ ഘട്ടം എന്നത് അറിവാണ്. മൂന്നാമത്തെ ഘട്ടം വിജ്ഞാനമാണ്. നാലാമത്തെ ഘട്ടം ജ്ഞാനമാണ്. ഇങ്ങനെ 4 ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇൻഫർമേഷൻസിൻ്റെ പ്രളയമുണ്ടെങ്കിലും സംവാദത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് അറിവിൻ്റെ നിർമ്മാണത്തിൽ അല്പം കുറവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അറിവ് നിർമ്മാണം എന്ന പ്രക്രിയ വളരെ വളരെ ചടുലമായി നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം അത്രയധികം ഇൻഫർമേഷൻസ് വന്നിട്ട് ഇൻഫർമേഷൻസ്, വിവരങ്ങൾ വിവരത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് കോംപ്ലക്സായി മാറുന്നൊരു പ്രശ്നം ഇന്ന് സമൂഹം അനുഭവിക്കുന്നുണ്ട്. അതിനെ അറിവാക്കി മാറ്റുക, അതിനെ വിജ്ഞാനമാക്കി മാറ്റുക, അതിനെ ജ്ഞാനമാക്കി മാറ്റുക എന്നുള്ളത് മനസ്സ് മനനം ചെയ്തതുകൊണ്ടുണ്ടാക്കേണ്ട ഒന്നാണ്. അതിന് കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ ഇന്ന് എത്ര കണ്ട് പറ്റുന്നുണ്ട് പുതിയ സിലബസുകൾ അനുസരിച്ച് എന്നുള്ളതൊക്കെ വളരെ ആഴത്തിലുള്ള ചർച്ചാ വിഷയമാണ്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു തലം വരെ അത് നമ്മൾ ശ്രമിക്കേണ്ട ഒന്നാണ്. ഞാൻ ആധുനിക പെഡഗോജി വരുന്നത്, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സങ്കല്പങ്ങളൊക്കെ വരുന്നത് ഈ മാറ്റം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടല്ല എന്നൊരു പറയാൻ എനിക്കുണ്ട്. അതിനുള്ള ചെറിയ മാറ്റങ്ങളൊക്കെയാണ് 2016 മുതൽ കേരളത്തിൽ വരുത്താൻ ശ്രമിച്ചത്. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും ലാക്ക് ചെയ്യുന്നത്, അവർക്ക് നഷ്ടപ്പെടുന്നത് സർഗാത്മകമായ സംവാദങ്ങളാണ്, ഇൻഫർമേഷൻസ് അല്ല. ഇൻഫർമേഷൻസ് ഇഷ്ടം പോലെ പ്രളയം പോലെ വരുന്നത്. പക്ഷെ ഇൻഫർമേഷനെ അറിവാക്കി മാറ്റാൻ, വിവരത്തെ അറിവാക്കി മാറ്റാനുള്ള സംവാദം, സർഗാത്മകമായ സംവാദം, ആ സംവാദം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഈ ഇൻഫർമേഷൻസ് ഏത് തരത്തിലുള്ള അറിവായി മാറണം? മാനവികതയുടെ അറിവായിട്ട് മാറണോ, അതോ മൗലികമായിട്ടുള്ള അറിവായിട്ട് മാറണോ? ഇതൊക്കെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. വളരെ ഡീപ്പായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികൾക്ക് ഡിവൈസേ ഉള്ളൂ, ഇൻഫർമേഷൻ ഉണ്ട്. ഒരാളുമായിട്ട് സംസാരിക്കണ്ടേ, നേരെ ഇതുമായിട്ട് സംസാരം മാത്രമേ ഉള്ളൂ, ഇതുമായിട്ട് ഇങ്ങനെ സംവാദമില്ല. ഇത് മാത്രം കാണുക. ഇൻഫർമേഷൻസ് പ്രളയം. പക്ഷേ ഇൻഫർമേഷനിൽ നിന്നും വിവരം ഇതിൽ നിന്നും അറിവായിട്ട് മാറണമെങ്കിൽ മനസ്സ്, ബ്രെയിൻ കുറേ അപ്ലൈ ചെയ്യണം. ബ്രെയിൻ്റെ അധ്വാനമാണ് ഏറ്റവും പ്രധാനം. ബ്രെയിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള സംവാദ പരിശീലനം വളരെ കുറവാണ്. അതുകൊണ്ടാണ് പുതിയ തലമുറ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു പോകുന്നത്. അത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ആ വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അതിൽ ഈ സംവാദ താല്പര്യവും അല്ലെങ്കിൽ സംവാദ സാധ്യതയും കൂടി വന്നാൽ ആ ഇൻഫർമേഷൻ പ്രളയം മുഴുവൻ അറിവായിട്ട് മാറുന്നൊരു തലം ഉണ്ടായാൽ നമ്മൾ ജീവിച്ചതിനേക്കാൾ വളരെ വളരെ നന്നായിട്ട് അവർ ജീവിക്കും. പക്ഷെ അതില്ലാതെ ഈ ഇൻഫർമേഷനെ പലതരത്തിലും തെറ്റിദ്ധരിച്ച്, അതാണ് വർഗീയ ചിന്തകൾ, ഫാസിസ്റ്റ് ചിന്തകൾ, അധമ ചിന്തകൾ, സ്വത്ത് ചിന്തകൾ, ഇതൊക്കെയായിട്ട് മാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ഠ കൂടുന്നത്, മനുഷ്യനെ മനുഷ്യനായിട്ടും കാണാതെ, വേദന എന്താണെന്നറിയാതെ, മറ്റുള്ളവരുടെ വേദന എന്താണെന്നറിയാതെ എൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന സ്വാർത്ഥ ചിന്തയും സ്വത്ത് ചിന്തയും വർഗീയ ബോധവും ഫാസിസ്റ്റ് ബോധവും വംശബോധവും ഒക്കെ വളർന്നു വരിക ലോകത്തിൽ. ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും പ്രശ്നം. വൈ നേഷൻസ് ഫെയിൽ എന്നൊരു പുസ്തകം, വൈ നേഷൻസ് ഫെയിൽ എന്നൊരു പുസ്തകം ജെയിംസ് റോബിൻസൺ ഇറക്കി. എന്താ ലോകം ഇങ്ങനെ തകരണേ. ബെഞ്ചമിൻ നെതന്യാഹുവൊക്കെ അവിടെ പിന്നെ ഗാസയിൽ ബോംബിടുന്നതിനെക്കുറിച്ച് നമുക്കൊക്കെ എന്തൊരു വേദനയോടുകൂടിയുള്ള അഭിപ്രായമാണ്. ടി പത്മനാഭൻ്റെ ഒരു കഥയുണ്ട്, മറ്റേ മാതൃഭൂമി പിന്നെ എന്താണ് ഓണപ്പതിപ്പിൽ.
കുട്ടികൾ വയറ് വേദന വിശന്ന് നിൽക്കുമ്പോൾ ഒരു വിമാനം വരികയാണ് ഗാസയിൽ. ഒരു വിമാനം വരുന്ന കാണുമ്പോൾ ഭക്ഷണപ്പൊതി വരികയാണെന്ന് വിചാരിച്ച് എല്ലാ കുട്ടികളും മുറ്റത്ത് ഇറങ്ങി നിന്ന് കൈ പൊക്കുകയാണ് ഭക്ഷണം വീഴുന്നത് ബോംബാണ്. ടി പത്മനാഭൻ്റെ കഥയാണ് മാതൃഭൂമി ഓണപ്പതിപ്പിലുണ്ടായത്. എന്ത് മാനവികത അവിടെയുള്ളത്? എന്തിനായി ഈ ഇൻഫർമേഷൻ്റെ പ്രളയം ഉണ്ടാകുന്നത്? ഇൻഫർമേഷൻ്റെ പ്രളയം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് മാത്രം കേട്ടാൽ വെൽ ആൻഡ് ഗുഡ്, നല്ലതാണ്, അതാണ് ഏറ്റവും നല്ലത്, അതാണ് വേണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി ഉയർന്നു നിൽക്കുന്നവരുടെ മുകളിൽ ബോംബിടുക, മനുഷ്യനായി ജാതിയും മതവും ഒക്കെ തിരിച്ച് കണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കെൽപ്പില്ലാതെ മാനവികതയുടെ അംശം പോലുമില്ലാതെ വംശീയമായും ജാതീയമായും ഒക്കെ ചിന്തിച്ച് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന അവസ്ഥ. യുദ്ധം ചെയ്യുന്നവരാരാന്ന് അറിഞ്ഞൂടാ. യുദ്ധം ചെയ്യുന്നവർ തന്നെ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന ആരും കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് അവർ രാത്രി യുദ്ധം ചെയ്യാണ്. രാത്രിയാണ് യുദ്ധം. രാത്രി തന്നെ മനുഷ്യർക്ക് കാണില്ല. അപ്പുറത്തുപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്ത് അപ്പുറപ്പുറം കൊല്ലുകയാണ്. ഇൻഫർമേഷൻസാണ് ഈ കൂടി വരുന്നുണ്ട്. ടെക്നോളജിയാണ് ഈ കൂടി വരുന്നത്. അറിവാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അറിവ് ഉൽപ്പാദിപ്പിക്കുന്നവർ മാനവികത കുറയാനുള്ള കാരണം എന്താ? തിരിച്ചല്ലേ വേണ്ടേ? പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് കൂടുന്തോറും മാനവികത കൂടിയല്ലേ വരേണ്ടത്? മനുഷ്യനെ മനുഷ്യനായി കാണുകയല്ലേ വേണ്ടത്? പ്രകൃതിയുടെ വേദന മനസ്സിലാക്കല്ലേ വേണ്ടത്? തിരിച്ചാണ് കാണുന്നത് എന്ന് തോന്നുന്നു. അത് ശരിയാ, മുഴുവൻ അഭിപ്രായം എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. എൻ്റെ ഒരു വിലയിരുത്തലാണ്. നേരെ തിരിച്ചാണ് വേണ്ടത്. അറിവിൻ്റെ ലോകം വളർന്ന് വരുന്തോറും മാനവികത ലോകവും വളർന്ന് വരികയാണ് വേണ്ടത്. മനുഷ്യനെ മനുഷ്യനായി കണ്ട് ഓരോ വേദനയും ഓരോരുത്തരെ തിരിച്ചറിഞ്ഞ് ഒരു മഹാസ്നേഹത്തിൻ്റെ സാഗരം സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട കാലത്ത് അതല്ലാതെ ജാതിയും മതവും ചിന്തയും ഒക്കെ വന്ന് വളർന്നു വരുന്ന കേരളത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ നല്ല ഓർമ്മയുള്ള കാലമാണ്, അനുഭവമുണ്ട്, അറിവുണ്ട്. ആ അറിവ് നിർമ്മാണത്തിൽ പങ്കെടുത്ത നമ്മൾ പുതിയ തലമുറയ്ക്ക് അറിവ് നിർമ്മാണത്തിൻ്റെ ശക്തി കൊടുക്കണം, അറിവ് നിർമ്മാണത്തിൻ്റെ ഊർജം കൊടുക്കണം. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കൊക്കെ സ്വത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ മക്കൾക്ക് കൊടുക്കാം. പക്ഷേ നമ്മളുണ്ടാക്കിയ ഈ മാനവികതയുടെ ആ ശക്തി അത് സമൂഹത്തിനാണ് കൊടുക്കേണ്ടത്. നമ്മുടെ മക്കൾക്കും കൊടുക്കണം, സമൂഹത്തിനും കൊടുക്കണം. അപ്പം അതിന് ഉള്ള വലിയൊരു വേദി, കേവലം ഒരുമിച്ച് കൂടുക എന്നുള്ള സന്തോഷവും പഴയ നമ്മുടെ ഓർമ്മകൾ പുതുക്കുക എന്നുള്ള സന്തോഷവും പങ്കുവയ്ക്കുന്നതിനൊപ്പം സമൂഹത്തിൽ വളർന്നു വരുന്ന അമാനവികതയും അയുക്തികതയുടെയും അംശങ്ങളെ അല്പമെങ്കിലും ഒന്ന് നുള്ളിക്കളയാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഈ ഓർമ്മച്ചെപ്പിന് കഴിയുമെങ്കിൽ അത് ഈ സമൂഹം ആവശ്യപ്പെടുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. മാനവികതയുടെ വളർച്ച, മനുഷ്യനെ മനുഷ്യനാക്കിയ വളർച്ച. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഓർമ്മച്ചെപ്പിനുണ്ടാവണം. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ബേബി മാത്യു കാവുങ്കൽ വർഷങ്ങളായി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്നാണ്. അദ്ദേഹത്തിന് ഈ തലത്തിലുള്ള കാഴ്ചപ്പാട് നല്ലതുപോലെ ഉണ്ട് എന്നറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇനിയും എത്രയോ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഉണ്ടാവണം. നമ്മുടെ ഓർമ്മകൾ ഓരോന്നും കുറേ കഴിയുമ്പോൾ ഇനി ഓർമ്മയും നഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടാവും. പ്രതീക്ഷ ഓർമ്മയാകുന്നു, ഓർമ്മ പോലും അല്ലാതാകുന്നു, നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നു. പക്ഷേ നമുക്ക് ഈ സമൂഹത്തിന് നമ്മുടേതായ ആർജിച്ച നന്മകൾ പകർന്നു കൊടുത്ത് സമൂഹത്തെ നന്മയുടെ ഉറവിടമാക്കാൻ കഴിയണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം.